ഹായ്, നമസ്കാരം. എല്ലാ ദിവസവും നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. പേടി അല്ലെങ്കിൽ ഭയം ഇത് നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്താനും നമ്മുടെ പൊട്ടൻഷ്യൽ മനസ്സിലാകാതെ പോകാനും ഉള്ളതിനുള്ള ഒരു പ്രധാന കാരണമാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ പേടി കാരണം എത്രയെത്ര അവസരങ്ങളാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. എത്രയോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാതെ മാറ്റി വെച്ചിട്ടുള്ളത് ഈ ഒരു പേടി കാരണം. എന്തിന്? ഒരാളോട് സംസാരിക്കാനോ ഒരു ഗ്രൂപ്പിനെ അഭിമുഖീകരിച്ച് സംസാരിക്കാനോ പോലും പലർക്കും പേടി കാരണം സംഭവിക്കുന്നില്ല, അല്ലെ? നടക്കുന്നില്ല. അപ്പോ ഇന്നത്തെ വീഡിയോ പേടി എന്താണ്, അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാവുന്നത് എന്നുള്ളതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. പേടി എന്താണ്? പേടി എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ഇമോഷൻ ആണ്. നമുക്ക് ഫിസിക്കലി മെന്റലി എന്തെങ്കിലും ത്രെട്ട്, എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ അതിനോട് നേരിടണോ അതോ അതിൽ നിന്നും ഓടി അകലണമോ എന്ന് ഉള്ളതിന് വേണ്ടി നമ്മുടെ ബോഡി നൽകുന്ന ഒരു സൂചനയാണ് ഈ ഒരു ഫിയർ എന്ന് പറയുന്നത്. അതായത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയും. ഉണ്ടാകുന്ന അപകടത്തിനെ നമ്മൾ ചെറുത്തു നിൽക്കണമോ അതോ അതിൽ നിന്നും ഓടി അകലണമോ? അത് ആ ഒരു സാഹചര്യത്തിന്റെ, അപകട സാഹചര്യത്തിന്റെ തീവ്രത അനുസരിച്ച്, അതിന്റെ ഒരു നേച്ചർ അനുസരിച്ചായിരിക്കും നമ്മളത് തീരുമാനിക്കുന്നത്. അപ്പൊ ഇതാണ് ഫിയർ എന്ന് പറയുന്നത്. ഇത് നാച്ചുറലി പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ഇമോഷൻ ആണെങ്കിലും വളരെ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി മെന്റലി ഒത്തിരി പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാക്കും. അപ്പോ ഈ ഫിയറിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളിലുള്ള പേടി ഏത് തരത്തിലുള്ളതാണ് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. പേടി എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. കാരണം ഉള്ള പേടിയും കാരണം ഇല്ലാത്ത പേടിയും. കാരണം ഉള്ള പേടി എന്ന് പറയുന്നത് പ്രീവിയസ്ലി നമുക്ക് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ, അനുഭവങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു പേടി. അത് പിന്നീട് വീണ്ടും ആ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് പേടി അനുഭവപ്പെടും. അപ്പോ അത് കാരണം ഉള്ള പേടിയാണ്. ഇനി ചില വ്യക്തികൾക്കുള്ളതാണ് ഇറാഷണൽ ഫിയർ. അതിനെയാണ് സൈക്കോളജിയിൽ ഫോബിയ എന്ന് പറയുന്നത്. കാരണം ഇല്ലാതെ ഉള്ള പേടി. അപ്പോ നമ്മളിലുള്ള പേടി ഏത് തരത്തിലുള്ളതാണ് എന്നുള്ളത് ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യുക. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഏതൊക്കെ സാഹചര്യങ്ങളിൽ എന്തിനോടൊക്കെയാണ് നമുക്ക് പേടിയുള്ളത് എന്നുള്ളതിനെ പറ്റി ഒരു ജേണൽ ഉണ്ടാക്കുക. അത് നമ്മിലെ പേടിയെ കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തതാണ് പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ. ഇതെപ്പോഴും നമ്മളെ സൈക്കോളജിക്കലി പോസിറ്റീവ് ആയിട്ടിരിക്കാനും എന്തൊരു സാഹചര്യത്തെയും വളരെ കാമായിട്ട് അത് മാനേജ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. നാലാമത്തെ ഒരു കാര്യമാണ് ടേക്ക് ദ റിസ്ക്. എല്ലാ മനുഷ്യർക്കും എപ്പോഴും അവരവരുടേതായ കംഫർട്ട് സോണിൽ ഇരിക്കാനാണ് ഇഷ്ടം. അതിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ് ഇവർക്ക് പലപ്പോഴും പേടി. അപ്പോ നമ്മുടെ ജീവിതത്തില് നമ്മൾ ചെറിയ ചെറിയ റിസ്കുകൾ എടുക്കുമ്പോൾ നമ്മൾ നമ്മളിലുള്ള പേടിയെ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതാണ് സ്മോൾ സ്റ്റെപ്സ് ടു ഫിയറിംഗ് മാറ്റേഴ്സ്. നമ്മളെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഡെയിലി നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കുക. അപ്പോ ആ ഒരു പേടിയുമായിട്ട് നമ്മൾ ഓവർകം ചെയ്യുമ്പോൾ, അതുമായിട്ട് കൂടുതൽ അടുക്കുമ്പോൾ അത് ഫെമിലിയർ ആകും നമുക്ക്. അപ്പൊ പല കാര്യങ്ങളും അടുക്കുമ്പോഴായിരിക്കും നമുക്ക് തോന്നുക, ഓ ഇത് ഇത്രേ ഉണ്ടായിരുന്നുള്ളോ, പേടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ തോന്നുന്നു. അപ്പൊ എപ്പോഴും ഒരു സ്മോൾ സ്റ്റെപ്സ് ടു ഫിയറിംഗ് മാറ്റേഴ്സ്, അതിനെപ്പോഴും നമ്മൾ ട്രൈ ചെയ്യുക. ഇനി അടുത്തതാണ് പേടിപ്പെടുത്തുന്ന കാര്യങ്ങള് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. നമുക്ക് എന്തിനോടാണോ പേടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യക്തിയോടാണോ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഗ്രൂപ്പിനോട് സംസാരിക്കാനുള്ള പേടിയാണോ, അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ആ പേടിപ്പെടുത്തുന്ന സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ വിഷ്വലൈസ് ചെയ്തിട്ട്, ഇമാജിൻ ചെയ്തിട്ട് നമ്മൾ അതിൽ സക്സസ്ഫുൾ ആകുന്നതായിട്ട് കാണുക. അപ്പൊ അത് ഒരു പരിധി വരെ നമ്മുടെ പേടിയെ ഇല്ലാതാക്കും. അടുത്തതാണ് ലേൺ ഫ്രം ഫെയിലിയർ. പല ആൾക്കാർക്കും പേടി ഉണ്ടാകുന്നത് തോൽക്കുമോ എന്നുള്ള ഭയമാണ്. അപ്പോ തോറ്റാലും അതിൽ നിന്നും നമ്മൾ എന്തെങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോ നമുക്ക് ആ ഒരു റിസ്ക് ഏറ്റെടുക്കാനും, തോറ്റാലും കുഴപ്പമില്ല, അതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിച്ചിട്ട് അടുത്ത പ്രാവശ്യം തോൽക്കാതെ
അതെങ്ങനെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാം എന്ന് പഠിക്കാനായിട്ട് പറ്റും. ലാസ്റ്റ് ആയിട്ട് വേണ്ടത് നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ പേടിയെ പറ്റി ഡിസ്കസ് ചെയ്യാനും, അല്ലെങ്കിൽ നമ്മുടേതായ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അവരിൽ നിന്നും സപ്പോർട്ട് കിട്ടാനും ഒക്കെ ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്ക് ഉണ്ടെങ്കിൽ കുറെയൊക്കെ നമ്മുടെ കാര്യങ്ങളെ നമുക്ക് പേടിയില്ലാതെ തന്നെ ഫേസ് ചെയ്യാനായിട്ട് പറ്റും. കാര്യം നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉള്ളപ്പോ നമ്മൾക്ക് ഒരു കൂടെ ഒരാളുണ്ട്, അല്ലെങ്കിൽ ഇത്രയും പേര് എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നുള്ള ചിന്ത വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് ആയിരിക്കും നമുക്ക് തരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഒരു സാധാരണ രീതിയിൽ നമുക്ക് പേടിയെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു സോ മച്ച്.